Hi students, welcome to a lecture series of mechanics. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിരുന്നത് വെതർ സിസ്റ്റത്തെ കുറിച്ചായിരുന്നു. കോറിയോളിസ് ഫോഴ്സിൻ്റെ ഇഫക്റ്റിൽ വെതർ സിസ്റ്റത്തിനുണ്ടാകുന്ന ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. ക്വാണ്ടിറ്റേറ്റീവായിട്ട് എങ്ങനെയാണ് ആ വെതർ സിസ്റ്റം, ഒരു സർക്കുലർ വെതർ സിസ്റ്റം കോറിയോളിസ് ഫോഴ്സിൻ്റെ പ്രസൻസിന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഒരു ലോ പ്രഷർ റീജിയനും ഹൈ പ്രഷർ റീജിയനും കൺസിഡർ ചെയ്തു. ലോ പ്രഷർ റീജിയനിൽ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് എയർ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വേറെ എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നുമില്ലെങ്കിൽ ഇൻവേർഡ് ആയിരിക്കും. ഹൈ പ്രഷർ റീജിയനിലാണെങ്കിൽ ഔട്ട്വേർഡ് ആയിരിക്കും. പക്ഷേ ഇത്തരം സിറ്റുവേഷൻസിൽ കോറിയോളിസ് ഫോഴ്സ് അവിടെ കാര്യമായിട്ടുള്ള ഈ വിൻഡ് പാറ്റേണിന് ചേഞ്ച് വരുത്തുന്നു. കോറിയോളിസ് ഫോഴ്സ് ഈ ലോ പ്രഷർ റീജിയനിൽ ഈ രൂപത്തിലും ഹൈ പ്രഷർ റീജിയനിൽ, അതായത് ലോ പ്രഷർ റീജിയനിൽ ക്ലോക്ക് വൈസ് ആയിട്ടും ഹൈ പ്രഷർ റീജിയനിൽ ലോ പ്രഷർ റീജിയനിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടും ഹൈ പ്രഷർ റീജിയനിൽ ക്ലോക്ക് വൈസ് ആയിട്ടും അത് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു സർക്കുലർ വിൻഡ് പാറ്റേൺ ഹൈ പ്രഷർ റീജിയനിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ലോ പ്രഷർ റീജിയനിൽ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് വിൻഡ് പാറ്റേൺ ആണ് നമുക്ക്, സർക്കുലർ വെതർ സിസ്റ്റംസ് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇത് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ റെപ്രസെൻറ്റേഷനിലാണ് നമ്മൾ ഇത് മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. സദേൺ ഹെമിസ്ഫിയറിലാവുമ്പോൾ ഇത് റിവേഴ്സ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡ്രോയിങ്സ് മുഴുവൻ വരച്ചേക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമുക്കൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ലോ പ്രഷർ റീജിയൻ കൺസിഡർ ചെയ്യാണ്. You consider a parcel of air which is rotating about a low pressure region. So consider a parcel of air with area S and thickness delta R is rotating about a law. കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വിചാരിക്കും. അപ്പോൾ നമ്മളൊരു ലോ റീജിയൻ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഒരു പാർസൽ ഓഫ് എയർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. രണ്ട് ഐസോബാർസ് ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇന്നർ സർഫസ്, ഈ പാർസൽ ഓഫ് എയറിൻ്റെ ഇന്നർ സർഫസിൻ്റെ പ്രഷർ P1 എന്നും ഔട്ടർ സർഫസ് P1 പ്ലസ് ഡെൽറ്റ പി എന്നും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഈ പാർസൽ ഓഫ് എയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എസ് ആണെന്ന് വിചാരിക്കുക. സോ യു കൺസിഡർ എ പാർസൽ ഓഫ് എയർ ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ഏരിയ എസ് വിത്ത് തിക്നെസ് ഡെൽറ്റ ആർ. തിക്നെസ് ഡെൽറ്റ ആർ ആണ്, ഏരിയ എസും ആണ്. അപ്പോൾ ഈ ഇന്നർ ഫേസിൽ ഉണ്ടാകുന്ന പ്രഷർ ഫോഴ്സ് വിൽ ബി ലൈക്ക് ദിസ്. ഔട്ടർ സർഫസിൽ, അതിൻ്റെ സർഫസിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔട്ടർ സർഫസിൽ ഉണ്ടാകുന്ന പ്രഷർ ഇങ്ങനെയും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യും. ക്ലിയർ? ഇതൊരു ലോ പ്രഷർ റീജിയൻ ആയതുകൊണ്ട് തന്നെ നെറ്റ് ഇഫക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേർഡ് ആയിരിക്കും. അതായത് ഇവിടെ പ്രഷർ കൂടിയ റീജിയനും ഇവിടെ പ്രഷർ കുറവുള്ള റീജിയനും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ inward force will be in the inward direction. Okay, clear? So this is the isobar P1, this is the isobar P1 plus delta P. Okay, അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. The pressure force ഇവിടെ എന്നൊരു ഡിസ്റ്റൻസ് D എന്നുള്ളൊരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. The pressure force on the face
on the face along the isobar P1 is എത്ര വരും? ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് വരും. അപ്പോൾ P1 ഇൻറ്റു ഏരിയ, സോ P1 ഇൻറ്റു എസ് എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. വാട്ട് ഈസ് ദ പ്രഷർ ഫോഴ്സ്? ദ പ്രഷർ ഫോഴ്സ്, പ്രഷർ കൊണ്ടുണ്ടാവുന്ന എയർ പ്രഷർ ഗ്രേഡിയൻ്റ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ്. പ്രഷർ ഫോഴ്സ് on the face on the isobar on the face along the isobar P1 plus delta P is P1 plus delta P into S. Equation number 2. Okay, clear? Equation number 2. So what is the net pressure force? Net pressure force എങ്ങനെ വരും? ഒന്ന് ഇൻവേർഡും ഒന്ന് ഔട്ട്വേർഡും ആണ്. അപ്പോൾ P1 പ്ലസ്, നമുക്ക് ഇൻവേർഡ് ഡയറക്ഷനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ P1 പ്ലസ് ഡെൽറ്റ പി ഇൻറ്റു എസ് മൈനസ് P1 എസ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഇൻറ്റു എസ് എന്ന് വരും. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3. ആക്ടിങ് ഇൻവേർഡ്. ഒരു എയർ, പാർസൽ ഓഫ് എയർ എബൌട്ട് എ ഹൈ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇത് ആക്ടിങ് ഔട്ട്വേർഡ് ആയിരിക്കും നെറ്റ് പ്രഷർ ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നെറ്റ് പ്രഷർ ഫോഴ്സ് ഉണ്ട്. പിന്നെ മറ്റൊരു ഫോഴ്സ് ഉള്ളത് എന്താണ്? കോറിയോളിസ് ഫോഴ്സ് ആണ്. ഈ പാർസൽ ഓഫ് എയർ കൗണ്ടർ ക്ലോക്ക് വൈസ് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി വീൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കോറിയോളിസ് ഫോഴ്സ് അവിടെ ഒബ്സർവ് ചെയ്യും. കോറിയോളിസ് ഫോഴ്സ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് കോറിയോളിസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു minus 2m omega v sin lambda into unit vector r cross unit vector v. So that means F Coriolis is perpendicular to v. Clear? So F Coriolis will be acting in this direction. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ ആണ്, പെർപെൻഡിക്കുലർ ടു വി ആണ് വരിക. മൈനസ് ആർ ക്രോസ് വി എന്നുള്ള ഡയറക്ഷൻ. ഇപ്പോൾ എർത്താണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതാണ് ആർ എന്ന് പറയുന്നത്, ഇതാണ് വെർട്ടിക്കൽ. വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ വരും. അപ്പോൾ ആർ ക്രോസ് വി എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. സോ മൈനസ് ആർ ക്രോസ് വി വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ആർ ക്രോസ് വി. So it will be F Coriolis will be acting outwards. So F Coriolis is perpendicular to V and its magnitude is 2m omega V sin lambda, which is acting outward. നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും, ആക്ടിങ് ഔട്ട്വേർഡ് ആണ്. അപ്പോൾ പ്രഷർ ഫോഴ്സ്, നെറ്റ് പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ടിങ് ഇൻവേർഡും കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ടിങ് ഔട്ട്വേർഡ് ആയിരിക്കും ഉണ്ടാവുക. സോ ദ റിസൾട്ടന്റ് ഫോഴ്സ് is equal to delta P into S minus 2m omega v sin lambda എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എഫ് കോറിയോളിസ് എഴുതിയത് 2m omega v sin lambda acting outward. Equation number 4 എന്ന് കൊടുക്കുക. This is equation number 5.
ഓക്കെ, അപ്പോൾ നമുക്കൊരു സർക്കുലർ സ്റ്റേബിൾ വെതർ സിസ്റ്റമാണ് ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരം സർക്കുലർ സ്റ്റേബിൾ വെതർ സിസ്റ്റത്തിൽ ഒരു സർക്കുലർ പാറ്റേൺ ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് mv²/r എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ ദ റേഡിയൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എ steady circular flow will be mv²/r is equal to delta p into s minus 2m omega v sin lambda എന്ന് എഴുതാം. സെൻട്രിഫ്യൂഗ്, അതായത് സർക്കുലർ വെതർ സിസ്റ്റം ഒരു സ്റ്റേബിൾ സർക്കുലർ പാറ്റേൺ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ സ്റ്റേബിൾ സർക്കുലർ വെതർ പാറ്റേൺ ഉണ്ടാകുമ്പോൾ അവിടെ ആ വിൻഡ് ഫ്ലോൻ്റെ ഇതെന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് mv²/r ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ F Coriolis is radially outward and delta p into s is radially inward. So the resultant force will be the radial equation of motion for the resultant weather system will be mv²/r is equal to delta p into s minus 2m omega v sin lambda. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. delta p into s is equal to mv²/r is equal to delta p into s minus 2m omega v sin lambda, which is equation number 6. Equation number 5a എന്ന് കൊടുക്കുക. ക്ലിയർ? സോ നമ്മൾ പാർസൽ ഓഫ് എയർ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. ആ പാർസൽ ഓഫ് എയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എസും തിക്നെസ് ഡെൽറ്റ ആർ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. സോ ഡെൻസിറ്റി ഓഫ് ദ എയർ നമ്മൾ ഒമേഗ എന്ന് എടുക്കുകയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് എയർ ഒമേഗ എന്ന് എടുക്കുക. സോ വോള്യൂം ഓഫ് ദ പാർസൽ ഓഫ് എയർ is equal to area into thickness. So that will be equal to delta r into s. Therefore, mass of the parcel of air m can be written as density into volume. So that will be equal to omega delta r into s. Okay. So this is equation number 6. Equation number 7. And this is equation number 7a. Clear? Substitute equation 7a in equation number 5. So mv²/r എന്നുള്ളതിന് പകരം ഒമേഗ ഡെൽറ്റ ആർ എസ് v²/r is equal to delta p into s minus 2 omega delta r into s omega v sin lambda. സോ അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ ഡെൽറ്റ ആർ എസിനെ ഇവിടെ താഴത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? v²/r is equal to 1/omega delta p divided by delta r minus 2
omega v sin lambda ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. v square by r is equal to 1 by r delta p by delta r 2 minus 2 omega v sin lambda എന്ന് നമുക്ക് ഡെൽറ്റ ആർ എന്ന് പറയുന്നത് tends to 0 in the limit delta r tends to 0 v square by r can be, അതായത് പാർഷ്യൽ ഓഫ് എയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡെൽറ്റ ആർ ടെൻസ് ടു 0 ആണെങ്കിൽ v square by r is equal to 1 by r dp by dr minus 2 omega v sin lambda. Okay, this is equation number 8. Clear ആയെന്ന് വിശ്വസിക്കുന്നു. This dp by dr is called the pressure gradient. Pressure gradient. Change in pressure with respect to the distance. Pressure gradient. Rate of change of pressure with respect to position. Okay, ഇതാണ് നമ്മളുടെ പ്രഷർ ഗ്രേഡ്, നമ്മളുടെ v സ്ക്വയർ ബൈ ആറിന്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നിന്ന് വിൻഡ് വെലോസിറ്റി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വിൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് v ആണ്. പ്രഷർ ഗ്രേഡിയന്റ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെതർ മാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രഷർ ഗ്രേഡിയന്റ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി പാരാമീറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. എർത്തിന്റെ ആംഗുലർ വെലോസിറ്റി, ലാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് അറിയുന്നതാണ്. നിങ്ങൾ ഏത് പൊസിഷനിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് വിൻഡ് വെലോസിറ്റി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാൽ മതി. പക്ഷേ എയർ മാസസിന്റെ ഈ പ്രഷർ ഗ്രേഡിയന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും പ്രഷർ ഗ്രേഡിയന്റ് യൂണിഫോം ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടാവുക. സോ ഡി പി ബൈ ഡി ആർ വിൽ ബി ഇൻ സർട്ടൻ റീജിയൻ ഡി പി ബൈ ഡി ആർ വിൽ ബി വെരി ലാർജ്, ഇൻ സർട്ടൻ റീജിയൻ ഡി പി ബൈ ഡി ആർ വിൽ ബി വെരി സ്മോൾ. എക്സാമ്പിൾ, ഒരു ലോ അബൌട്ട് എ ലോ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അബൌട്ട് ദ സെന്റർ, near the center of a law, dp by dr is large. കാരണം പ്രഷർ വേരിയേഷൻ എന്ന് പറയുന്നത് തൊട്ടടുത്ത റീജിയനും തമ്മിൽ പ്രഷർ, ലോ പ്രഷർ റീജിയനിൽ ലാർജ് ഡിഫറൻസ് നിങ്ങൾക്ക് പ്രഷറിൽ കാണാൻ സാധിക്കും. ഓക്കെ, velocities are, and in that region velocities are highest. Low pressure region wind velocities are highest ആയിരിക്കും. ഓക്കെ, എന്നാൽ if we consider a region far away from the center, v square by r can be neglected. ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആറ് എന്ന് പറയുന്നത് വളരെ അകലെയുള്ള ഒരു റീജിയൻ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആറ് എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിരിക്കും. ആറ് ലാർജ് ആകുമ്പോൾ ഈ വെലോസിറ്റി ആണെങ്കിൽ അവിടെ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, വെലോസിറ്റി എന്ന് പറയുന്നത് അവിടെ സ്മോൾ ആയിരിക്കും. വി ക്യാൻ നെഗ്ലക്ട് v square by r can be neglected. So far away from the center you can simply write far away from the center zero is approximately equal to 1 by r, sorry 1 by r അല്ല 1 by omega. This is 1 by omega. ഇവിടെ തെറ്റി എഴുതിയാണ്. This is 1 by omega dp by dr. This is 1 by omega, not 1 by r. This is 1 by omega dp by dr minus 2 omega v sin lambda. So 1 by omega dp by dr is equal to 2 omega v sin lambda. So v is equal to 1 by 2 omega sin lambda into 1 by omega into dp by dr. Okay, this is the expression for velocity far away from the center of the law. This is equation number 9. Okay, so v square by r is equal to 1 by omega dp by dr minus 2 omega v sin lambda.
Far away from the center, we can neglect v square by r. So wind velocity can be approximately right as 1 by 2 omega sin lambda into 1 by omega dp by dr എന്ന് പറയും. ഓക്കെ, നമ്മളൊരു പർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കിത് ചെക്ക് ചെയ്യാൻ പോവാണ്. ഈ എക്സ്പ്രഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെൻസിറ്റി ഓഫ് എയർ ഒമേഗ എന്ന് പറയുന്നത് that's value is 1.3 kilogram meter raised to minus 3, and atmospheric pressure is equal to 10 raised to 5 Newton meter raised to minus 2, and dp by dr is around 3 millibars over a 100 kilometer distance, or 3 millibars, okay, 3 into 10 raised to minus 3 Newton meter raised to minus 3 എന്ന് എഴുതാം. ഓക്കെ, ഇതായിരിക്കും ഡി പി ബൈ ഡി ആർ വരെ. ഇതാണ് നോർമലി കാണുന്ന ഇത്തരം ഒരു ലോ പ്രഷർ റീജിയൻ നിന്ന് വളരെ അകലെയുള്ള ഒരു റീജിയൻ. എക്സാമ്പിൾ അറ്റ് ലാറ്റിറ്റ്യൂഡ് ലാംഡ = 20 ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ കാണുന്ന ഡി പി ബൈ ഡി ആർ എന്ന് പറയുന്നത് ഈ റേഞ്ചിലായിരിക്കും. അങ്ങനെ ഒബ്സർവ് ആ ഡി പി ബൈ ഡി ആർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം വെദർ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡി പി ബൈ ഡി ആർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 22 meter per second or 55 miles per hour. ഇതാണ് ഒരു ടിപ്പിക്കൽ വിൻഡ് വെലോസിറ്റി ഉണ്ടാവുക. ഈ കാൽക്കുലേറ്റ് ചെയ്ത റിസൾട്ട് എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ റിസൾട്ടുമായിട്ട് വളരെ അഗ്രി ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഫാർ അവേ ഫ്രം ദ സെൻറ്റർ ഓഫ് എ ലോ പ്രഷർ റീജിയൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ എർത്തിൻ്റെ സർഫസിന് വളരെ അടുത്തുള്ളൊരു പോയിന്റിൽ നമ്മൾ ഈ വിൻഡ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിലും വളരെ കുറവുള്ളൊരു വാല്യൂ ആയിരിക്കും. അവിടെ ഈ ഒരു റിസൾട്ട് ആക്യുറേറ്റ് ആവാത്തതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എർത്തിൻ്റെ സർഫസിൻ്റെ അടുത്തേക്ക് വരും തോറും ഫ്രിക്ഷൻ അവിടെ ലാൻഡ് ഉണ്ടാക്കുന്ന ഫ്രിക്ഷൻ വളരെയധികം ഇഫക്റ്റ് ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ വിൻഡ് വെലോസിറ്റി ചെറുതായിട്ട് കുറയുകയും ചെയ്തു. അപ്പോൾ ഗ്രൗണ്ട് എക്സെപ്റ്റ് നിയർ ദ സർഫസ് ഓഫ് ദ എർത്ത്, ദിസ് റിസൾട്ട് ഈസ് ഇൻ ക്വൈറ്റ് ഗുഡ് അഗ്രിമെൻറ്റ് വിത്ത് ദ എക്സ്പെരിമെൻ്റൽ ഡാറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ സ്ഥലത്തും, അതായത് ഫാർ അവേ ഒരു ലോ പ്രഷർ റീജിയനിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു സ്ഥലത്ത് മാത്രമാണ് നമ്മൾ v²/r നെഗ്ലക്റ്റ് ചെയ്തത്. പക്ഷേ ജനറലി v²/r നിങ്ങൾക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി ഹറിക്കെയിൻ വിൻഡ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലാർജ് സൈക്ലോണിക് വിൻഡുകൾ, ഹറിക്കെയിൻ വിൻഡ്സ്. Strong storms developing around a ഒരു ലോ പ്രഷർ റീജിയന് ചുറ്റും ഉണ്ടാകുന്ന വിൻഡുകളാണ് ഇത്തരം ഹറിക്കെയിൻ വിൻഡുകളാണ്. ഇത്തരം സൈക്ലോണിക് വിൻഡുകൾക്കൊക്കെ dp/dr എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇസ് ലാർജ്, which is around 30 into 10 raised to minus 3 Newton meter raised to minus 3 ആണ്. വളരെ കൂടുതലാണ്. dp/dr എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ we cannot neglect അപ്പോൾ അതിൻ്റെ വിൻഡ് സ്പീഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. we cannot neglect
V square by R in such cases. So we have to again use the correct expression, that means equation 8. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ equation number 8 ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് ഓർമ്മയുണ്ടാവും V square by R is equal to 1 by omega dp by dr minus 2 omega v sin lambda. ഇതാണ് നമ്മൾ എഴുതിയത്. So V square will be equal to R by omega dp by dr minus 2 omega rv sin lambda എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രൂപത്തിലാണ് എഴുതുന്നത്. അപ്പോൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. V square plus 2 omega rv sin lambda plus r by omega അല്ലെങ്കിൽ minus r by omega dp by dr എന്ന് നമുക്ക് എഴുതാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് x square plus bx plus c എന്ന് പറയുന്ന ഇക്വേഷനിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് v will be equal to minus 2 omega rv sin lambda plus or minus root of 2 omega rv sin lambda whole square minus 4ac plus 4 into r by omega into dp by dr divided by 2. So that can be simply write it as minus r omega sin lambda plus or minus root of r omega sin lambda whole square plus r by omega dp by dr. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കിട്ടാൻ ഉള്ളത് കൊണ്ട് തന്നെ വി ക്യാൻ നെഗ്ലക്ട് ദി നെഗറ്റീവ് റൂട്ട്. സോ വെലോസിറ്റി, വിൻഡ് വെലോസിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ഇതിൽ നിങ്ങൾ ഡി പി ബൈ ഡി ആറിനും ഒമേഗയ്ക്കും ആറിനും ക്യാപിറ്റൽ ഒമേഗയ്ക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൻഡ് വെലോസിറ്റി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ വിൻഡ് വെലോസിറ്റി നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത് വിൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് ഏകദേശം at a latitude lambda is equal to 20 degree, where dp by dr is 30 into 10 raised to minus 3 Newton meter raised to minus 3. The wind velocity is around 45 meter second raised to minus 1, which is equal to 100 miles per hour. Okay, which is in quite agreement with the experimental data. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റൽ ഡാറ്റയായിട്ട് കൃത്യമായിട്ട് അഗ്രി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുവരെ നമ്മൾ പ്രഷർ ഗ്രേഡിയൻ്റ് ഉപയോഗിച്ചുകൊണ്ട് വിൻഡ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മുഴുവൻ ലോ പ്രഷർ റീജിയൻ വെച്ചിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് അനലൈസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹൈ പ്രഷർ റീജിയൻ കണക്കാക്കുമ്പോൾ ഹൈ പ്രഷർ റീജിയനിൽ എന്താണ് വ്യത്യാസം വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ലോ പ്രഷർ റീജിയനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ആ ലോ പ്രഷർ റീജിയനിൽ ഒരു വിൻഡ് സർക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഒരു ലോ പ്രഷർ റീജിയൻ, അതിന് ചുറ്റുമുള്ള എയർ, പാഴ്സൽ ഓഫ് എയർ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ആ പാഴ്സൽ ഓഫ് എയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രഷർ ഫോഴ്സ് എഫ് പി എന്ന് പറയുന്നത് ഇൻവേർഡും കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഔട്ട്വേർഡുമാണ് ഉണ്ടാവുക. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ
mv square by r is equal to delta p into s minus 2m omega v sin lambda എന്നുള്ള രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, എന്നാൽ ഹൈ പ്രഷർ റീജിയൻ എത്തുമ്പോൾ ഇത് റിവേഴ്സ് ചെയ്യപ്പെടും. ഹൈ പ്രഷർ റീജിയനിലെ എന്താ പറയുക, പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ഔട്ട്വേർഡും കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേർഡും വരും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എം വി സ്ക്വയർ ബൈ ആർ ഹൈ പ്രഷർ റീജിയനിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2m ഇൻവേർഡ് ഡയറക്ഷനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ 2m ഒമേഗ വി സൈൻ ലാംഡ മൈനസ് ഡെൽറ്റ പി ഇൻറ്റു എസ് എന്നുള്ള രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ പഴയ രൂപത്തിൽ തന്നെ നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് വി സ്ക്വയർ ബൈ ആർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 2v ഒമേഗ സൈൻ ലാംഡ minus 1 by omega into pressure gradient, magnitude of the pressure gradient modulus dp by dr എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് പ്രഷർ ഗ്രേഡിയൻറ്റ് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2r v ഒമേഗ സൈൻ ലാംഡ മൈനസ് r by omega modulus dp by dr എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ വി സ്ക്വയർ മൈനസ് 2rv ഒമേഗ സൈൻ ലാംഡ പ്ലസ് r by omega മോഡുലസ് dp by dr എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ ദ സൊല്യൂഷൻ വിൽ ബി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് r ഒമേഗ സൈൻ ലാംഡ പ്ലസ് ഓർ മൈനസ് root of r omega sin lambda whole square minus r by omega modulus dp by dr എന്നുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ v എന്ന് പറയുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആകണം എന്നുള്ള ഒരു നിഷ്കർഷയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ നെഗറ്റീവ് റൂട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ടേക്കിംഗ് ഓൺലി നെഗറ്റീവ് റൂട്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും എക്സ്പ്രഷൻ കിട്ടുക. ഈ എക്സ്പ്രഷനാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു എക്സ്പ്രഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ടൈമിൽ ആർ ഒമേഗ സൈൻ ലാംഡ ഹോൾ സ്ക്വയർ ലെസ് ദാൻ 1 by omega r by omega modulus dp by dr എന്ന് എഴുതുകയാണെന്ന് വിചാരിച്ചു. അപ്പം അതിൽ ആറ് നമുക്ക് പുറത്തേക്ക് എടുത്താൽ ഈ ഇവിടെയും ആറുണ്ട് ഇവിടെയും ആറുണ്ട്. അപ്പോൾ ഇവിടെ ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ആറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ആർ ഒമേഗ ആർ ഇൻറ്റു ഒമേഗ സൈൻ ലാംഡ ഹോൾ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by omega dp by dr. This term will be square root will be സ്ക്വയർ റൂട്ടിലെ കോംപ്ലക്സ് ആയിട്ട് മാറും. നെഗറ്റീവ് ഓഫ് സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലക്സ് ടേം ആയിട്ട് വരും. വി വിൽ ബി എ കോംപ്ലക്സ് ക്വാണ്ടിറ്റി. അപ്പോൾ പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആർ ഒമേഗ സൈൻ ലാംഡ എന്ന് പറയുന്നത് പ്രഷർ ഗ്രേഡിയൻറ്റും ഇൻറ്റു 1 by ഒമേഗ എന്ന് പറയുന്ന ടേമിൽ നിന്നും ഒരുപാട് കുറവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് എ മീനിങ് ഫുൾ റിസൾട്ട്. സോ ഹൈ പ്രഷർ റീജിയൻ എന്ന് പറയുമ്പോൾ ഡി പി ബൈ ഡി ആർ എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിട്ടുള്ള റീജിയൻ ആയിരിക്കും. സോ നിയർ ദ ഹൈ പ്രഷർ റീജിയൻ dp by dr will be large and hence this will be ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ആർ ഇൻറ്റു ഒമേഗ സൈൻ ലാംഡ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 by omega dp by dr വരും.
അപ്പോൾ അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഒരു മീനിങ് ഫുൾ റിസൾട്ട് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈ പ്രഷർ റീജിയനിൽ ഹറിക്കെയിൻ വിൻസ് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ അപൂർവമായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹറിക്കെയിൻസ് ഹൈ പ്രഷർ റീജിയനിൽ ഒബ്സർവ് ചെയ്യാറില്ല. എപ്പോഴും ലോ പ്രഷർ റീജിയനിൽ മാത്രമേ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാറുള്ളൂ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള പ്രഷർ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ ഔട്ട്വേർഡുള്ള ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ലോ പ്രഷർ റീജിയനിൽ ഗുണകരമായിട്ട് വർത്തിക്കുകയും അതുകൊണ്ട് അവിടെ ലോ പ്രഷർ റീജിയനിൽ ഹറിക്കെയിൻ വിൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു കണ്ടീഷൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഹൈ പ്രഷർ റീജിയനിൽ നമുക്ക് ഹറിക്കെയിൻ വിൻസ് ഒബ്സർവ് ചെയ്യാനും സാധിക്കില്ല. ഇതാണ് ഈ ഒരു സെക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. വിൻസ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതും ലോ പ്രഷർ റീജിയനിലും ഹൈ പ്രഷർ റീജിയനിലും എന്താണ് ഇഫക്റ്റ് എന്നുള്ളതും കോറിയോളിസ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസും നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ലെക്ചറിൽ ഫുക്കോൾട്ട് പെൻഡുലം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് വരിക. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.